എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു. ഇപ്പം നാട്ടിൽ എല്ലാവരും ഓണമൊക്കെ ആയിട്ട് തിരക്കാണെന്നറിയാം. അപ്പം ഞങ്ങളുടെ കപ്പലിലും ചെറിയ രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൗത്ത് കൊറിയയിലേക്കുള്ള ദീർഘമായ യാത്രക്കിടയിൽ ശ്രീലങ്കയിൽ നിന്നുമാണ് കപ്പലിലെ ഓണസദ്യക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ വാങ്ങിയത്. അത് കപ്പലിൻ്റെ ക്രെയിൻ ഉപയോഗിച്ച് വന്നേക്കുന്ന ബോട്ടിൽ നിന്നും പയ്യെ എടുത്തിട്ട് വെജിറ്റബിൾ റൂമിൽ തണുപ്പിച്ച് കേടുകൂടാതെ വെച്ചേക്കുവാണ്. അപ്പം ഓണാഘോഷത്തിന് തലേദിവസം കപ്പലോടിക്കുന്ന സ്ഥലമായ നാവേഷൽ ബ്രിഡ്ജിൻ്റെ പുറത്ത് എല്ലാം വൃത്തിയാക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം മാവേലിയെ ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ഓലക്കൊടയാണ് ഇവിടെ തട്ടിക്കൂട്ടി സെറ്റ് ചെയ്യുന്നത്. കപ്പലിലെ സേഫ്റ്റി ഡ്രില്ലിന് ശേഷം നടത്തിയ മീറ്റിങ്ങിൽ വെച്ചിട്ട് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ വിതരണം ചെയ്തു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു വെള്ളമുണ്ട് ഏറ്റുവാങ്ങി. നമ്മൾ തലേന്ന് തന്നെ ഓണസദ്യക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞ് ഒരുക്കി വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാറ്ററിംഗ് സ്റ്റാഫിനോടൊപ്പം മറ്റ് സഹപ്രവർത്തകരും അരിയാനും ഒക്കെ സഹായിച്ചു. കപ്പലിൽ മലയാളികൾ കുറച്ച് പേരുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നല്ല ഉത്സാഹമായിരുന്നു. കിച്ചടിയൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചു. മധുരക്കറിക്ക് വേണ്ടിയുള്ള പൈനാപ്പിളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. കപ്പലിൽ സാധാരണയായിട്ട് ചിരവയൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ തല്ലിപ്പൊട്ടിച്ചെടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ചാണ് ഉപയോഗിക്കുന്നത്. പായസത്തിന് വേണ്ടിയുള്ള ശർക്കരയാണ് ഇവിടെ പൊട്ടിച്ച് നമ്മുടെ ഹോട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഉരുക്കിയെടുക്കുന്നത്. കപ്പൽ ഓടിക്കുന്ന സ്ഥലമായ നാവിഗേഷൻ ബ്രിഡ്ജിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ പൂക്കളം ഒരുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഓണസദ്യക്കുള്ള വിഭവങ്ങളെല്ലാം തന്നെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. സാമ്പാറും അവിയലും ചോറും പായസവും എല്ലാം സെറ്റാണ്. നടുക്കടലിൽ പൂക്കളം ഒരുക്കാനുള്ള പൂവ് കിട്ടാക്കനി ആയതുകൊണ്ട് തന്നെ ഉപ്പുകല്ലും കളറും ചേർത്തിട്ടാണ് നമ്മൾ പൂക്കളം ഉണ്ടാക്കുന്നത്. അപ്പം നടുഭാഗത്ത് തുമ്പപ്പൂവിന് പകരം കളർ ചേർക്കാത്ത വെള്ള ഉപ്പും ബാക്കി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന കളത്തിൽ ഓരോരോ കളറുകളും ഇട്ട് നമ്മുടെ നടുക്കടലിലെ പൂക്കളം മനോഹരമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. കപ്പലിന് ചുറ്റും മൊത്തത്തിൽ ഉപ്പുവെള്ളമായാൽ പോലും നമ്മൾ ഉദ്ദേശിച്ച അത്ര ഉപ്പുകല്ല് കിട്ടാത്തതിനാൽ അത്തപ്പൂവിൻ്റെ വലിപ്പം കുറച്ചു. 11:30 പപ്പടവും പൊരിച്ച് ഓണസദ്യയിലെ വിഭവങ്ങളെല്ലാം റെഡിയായി. 12 മണിയോടുകൂടി എല്ലാവരോടും ഓഫീസർ മെസ് റൂമിൽ എത്തിച്ചേർന്ന് ഓണസദ്യ കഴിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാവരും വളരെ ആവേശത്തിൽ പാട്ടും വെച്ച് ഡാൻസും കളിച്ച് ഇവിടെ ഓഫീസർ മെസ് റൂമിലെത്തി കുറച്ച് നൃത്തച്ചുവടുകളൊക്കെ ചെയ്തതിന് ശേഷം സദ്യ കഴിക്കാതെ നേരെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷൻ ബ്രിഡ്ജിൻ്റെ പുറത്തേക്ക് എത്തി. നമ്മൾ ഒരുക്കി വെച്ചിരുന്ന അത്തപ്പൂവിന് ചുറ്റും ഡാൻസൊക്കെ കളിച്ചു. കഴിഞ്ഞ ഓണത്തിന് മിസ്സായ മാവേലിയെ ഈ പ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ ഒരുക്കി. അങ്ങനെ മാവേലിക്കൊപ്പം കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്തു. കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. അതിനുശേഷം നേരെ 1 മണിയോടുകൂടി താഴെ എത്തി. ഒരുക്കിയ ഓണവിഭവങ്ങളെല്ലാം തന്നെ ഓഫീസർ മെസ് റൂമിൽ സൈഡിലായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വാഴയിലയിൽ സദ്യ വിളമ്പി. മലയാളികളല്ലാതെ ബാക്കി ദേശക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. അവരെല്ലാവരും തന്നെ ആസ്വദിച്ച് സദ്യ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉപ്പ്, ഉപ്പേരി, ശർക്കര വരട്ടി, പാവയ്ക്ക കൊണ്ടാട്ടം, മാങ്ങാച്ചാർ, ക്യാബേജ് തോരൻ, മത്തങ്ങ അരിശ്ശേരി, ഇഞ്ചിക്കറി, കിച്ചടി, പച്ചടി, സാമ്പാർ, അവിയൽ, മധുരക്കറി, ഓലൻ, കൂട്ടുകറി, രസം, പച്ചമോര്, പഴം, പപ്പടം, പാലടപ്പായസം, പരിപ്പ് പായസം, ഇല, ചോറ് എന്നിങ്ങനെ 23 ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മുടെ ഓണസദ്യയിൽ. അങ്ങനെ എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് വീണ്ടും മേളിലെത്തി. കസേരയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തോടുകൂടി ഓണക്കളികൾ ആരംഭിച്ചു. നമ്മുടെ കപ്പലിൽ 30 ജീവനക്കാരുണ്ട്. ഇപ്പോൾ കപ്പലോടിക്കാനും എഞ്ചിൻ റൂമിലും ആവശ്യമുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇവിടെ ഓണക്കളികളിൽ പങ്കെടുക്കുന്നുണ്ട്. സുന്ദരിയെ ഒരുക്കാനുള്ള ചുമതല കൊടുത്തത് ചീഫ് എഞ്ചിനീയറിനായിരുന്നു. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അപ്പം അദ്ദേഹം വരച്ച് ഒരുക്കിയ സുന്ദരി ആരാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ ആവേശത്തോടുകൂടി എല്ലാവരും ആ മത്സരത്തിലും പങ്കെടുത്തു. അടുത്തതായിട്ട് കുപ്പിയിൽ വെള്ളം നിറക്കൽ മത്സരമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ
ബിയർ കുപ്പിയാണ് അതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ സീറോ ആൽക്കഹോൾ കപ്പലായതുകൊണ്ട് തന്നെ മിനറൽ വാട്ടർ ബോട്ടിൽ പലകയിൽ തറച്ച ആണിയിൽ കെട്ടിവെച്ച് അതിലാണ് നമ്മൾ വെള്ളം നിറക്കൽ മത്സരം നടത്തിയത്. അപ്പോൾ ആളുകൾ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോരുത്തരെ വെച്ച് നടത്താതെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് കുപ്പിയിൽ വെള്ളം നിറക്കൽ മത്സരം നടത്തിയത്. അതിനുശേഷം ഏറ്റവും ആവേശകരമായ മത്സരത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ കപ്പലിനെ തുറമുഖത്ത് ചെല്ലുമ്പോൾ പിടിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന വലിയ കയറൊക്കെ നമ്മൾ അവിടെ ഒരുക്കി. അങ്ങനെ 2 ടീമുകളായിട്ട് തിരിച്ചു. വളരെ വലിയ പ്ലാനിങ്ങുകളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത്. പ്ലാനിങ്ങുകൾക്കൊടുവിൽ വടംവലി ആരംഭിച്ചു. ആദ്യത്തെ റൗണ്ടിൽ ഞാൻ ഉൾപ്പെടുന്ന ടീം വിജയിച്ചു. കഴിഞ്ഞ ഓണത്തിനും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ആദ്യത്തെ കളികളിൽ ഞങ്ങൾ ജയിച്ചു, പക്ഷേ അടുത്ത 2 കളിയിൽ തോറ്റുപോയിരുന്നു. ഈ പ്രാവശ്യത്തെ 2ാമത്തെ കളിയിൽ ആദ്യമൊന്ന് പതറി കഴിഞ്ഞ ഓണത്തിൻ്റെ ചരിത്രം ആവർത്തിക്കുമെന്ന് വിചാരിച്ചെങ്കിലും കൂടെയുള്ള ടീം അംഗങ്ങൾ ചെറുത്തു നിന്നു. അങ്ങനെ 2 വലിയിലും ഞങ്ങൾ വിജയിച്ചു. എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. കപ്പലിലുള്ള ജോലി സമ്മർദ്ദത്തിൽ നിന്നൊക്കെ നല്ല രീതിയിൽ അയവ് വരുത്തുവാൻ ഈ ഒരു ദിവസം ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചു. അപ്പോൾ ഞങ്ങളുടെ കപ്പലിലെ ചെറിയ ഓണാഘോഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.